അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നും ഒരു മഴയുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു തോന്നില്ല, ഒരു പായസം ഉണ്ടാക്കി കളഞ്ഞാലോ എന്ന്. പായസം ഉണ്ടാക്കാൻ അത്ര സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും തട്ടിക്കൂട്ട് പായസം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനും ചെറുതായിട്ടൊന്നും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു ചൗവരി പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ചൗവരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്ക് അതിൻ്റെ പേര് വേറെ അറിയത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവന്മാർ കിടന്നൊടുക്കത്തെ വഴക്കിടലായിരുന്നു. അത് നമ്മൾ വലിയ രീതിക്ക് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല, അത് ആ വഴിക്ക് അങ്ങ് നടന്നോളും. അപ്പോൾ നമ്മുടെ പായസത്തിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് മധുരം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഞാൻ അമ്മനെ കൊണ്ട് ആ ശർക്കര ഫുള്ള് ഇടിയിപ്പിച്ചായിരുന്നു. ഇനി ആ ശർക്കര ഫുള്ള് ഇട്ടതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചില്ല. വളരെ മികച്ചൊരു കറിയാണത്. ആ സമയത്തായിരുന്നു എൻ്റെ ചേട്ടൻ്റെ എൻട്രി. അങ്ങനെ ആ പായസത്തിന് അവൻ കറി വരെ ആക്കിയിട്ടുണ്ട്. തേങ്ങ ഇറക്കണ സ്മെല്ല് കേട്ടപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമണികൾ വഴക്കൊക്കെ നിർത്തി പായസം കുടിക്കാനായിട്ട് റെഡിയായി നിൽപ്പണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ഇടുന്നവരെ ടാറ്റാ.